എന്നിട്ട് നോക്കാം. അമ്മ എന്താക്കുന്നു? ആകെ ബോറടിക്കുന്നമ്മ. ചേച്ചി ഇങ്ങോട്ട് വരുന്നില്ല. എനിക്കാണെങ്കിൽ കൊച്ചിനെ കാണാൻ കൊതിയാവുന്നു. ചേച്ചി എന്തിങ്ങോട്ടൊന്നും വരാത്ത? ഞാനുള്ളതിനെ കൊണ്ടാണോ? ഞാൻ എന്ത് ചെയ്തിട്ടാ ചേച്ചീൻ്റെ അടുത്ത്? നീയുള്ളതുകൊണ്ട് വരാതിരിക്കുന്ന എന്തിനാ? അവളുടെ പോലെ തന്നെ നിനക്കും ഈ വീട്ടിൽ അവകാശമുള്ളതാണ്. എൻ്റെ 2 മക്കൾക്കും 2 മക്കൾ കയറ്റി വന്ന 2 പെൺപിള്ളേർ എനിക്ക് ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് നീയുള്ളതുകൊണ്ട് വന്നില്ലെങ്കിൽ വരണ്ട. പിന്നെ കൊച്ചി, അതിലെനിക്ക് നല്ല സങ്കടമുണ്ട്. എന്തായാലും എൻ്റെ മോൻ്റെ കൊച്ചല്ലേ. എന്നിൽ നിന്ന് ആ കൊച്ചിനെ അകറ്റിക്കഴിഞ്ഞാൽ പൊന്നു മക്കളെ, ആ കൊച്ച് എൻ്റെ അടുത്ത് തന്നെ വരും. കാരണം എൻ്റെ മോൻ അച്ചമ്മക്കൂറാണ്. എൻ്റെ മോൻ്റെ കൊച്ചും അതേ അച്ചമ്മക്കൂറുണ്ടാവും. അതുകൊണ്ട് എത്ര അവളെ എന്നിൽ നിന്ന് അകറ്റിയാലും ആ കൊച്ചെൻ്റെ അടുത്ത് തന്നെ വരും. അതുകൊണ്ട് പിന്നെ അതിനൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ചേച്ചി വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അല്ലേ അമ്മ? എന്തൊരു കുശുമ്പ അവൾക്ക്. ചേട്ടനെ നമ്മളിൽ നിന്ന് അകറ്റുമോ എന്തോ. ചേട്ടൻ പിന്നെ ആ അമ്മേൻ്റെ പൊന്നു മോനായതിനെ കൊണ്ട് ചേച്ചി പറഞ്ഞാലൊന്നും ചേട്ടൻ അങ്ങനെ വരാതിരിക്കൊന്നുമില്ല. പക്ഷെ ചേച്ചിക്ക് ഭയങ്കര കുശുമ്പാണല്ലേ അമ്മ? എൻ്റെ മോൻ എന്നിൽ നിന്ന് അകറ്റാൻ അതിന് കയറി വന്ന നിങ്ങൾ 2 പേർക്കൊന്നും പറ്റൂല. എൻ്റെ 2 ആമക്കളും അമ്മേനെ കാണാതെ ഒരു ദിവസം പോലും നിൽക്കൂല. വേണമെങ്കിൽ നീ നിൻ്റെ ചെക്കൻ്റെ അടുത്ത് പറഞ്ഞു നോക്ക്, 2 ദിവസം അമ്മേനെ കാണാതിരിക്കില്ലെന്ന് നീ പറഞ്ഞു നോക്ക്. കേൾക്കൂല അവൻ. അതേപോലെ തന്നെയാണ് എൻ്റെ 2 മക്കളും. ആര് പറഞ്ഞാലും അവരമ്മേനെ കാണാതിരിക്കാൻ പറ്റൂല. പിന്നെ ഞാൻ അവളെയൊക്കെ സഹിക്കുന്നത് ആ കൊച്ചിനെ ഓർത്തിട്ടാണ്. ആ കൊച്ചിന് വേണ്ടി തന്നെയാണ് ഞാൻ അവളൊക്കെ വീട്ടിൽ കയറ്റുന്നത്. ആ കൊച്ചിനില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അവളൊന്നും ഇപ്പോഴും എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കയറൂല. അവളൊന്നും അല്ലവലാദികളൊക്കെ ഓരോരുത്തർ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാലേ കുടുംബം മുടിയും. അതെനിക്കറിയാം അമ്മ. അമ്മ കൊച്ചിന് വേണ്ടിയിട്ടാണ് അവളെ വീട്ടിൽ കയറ്റുന്നതെന്നൊക്കെ എനിക്കറിയാം. അവളോട് ഞാൻ ഒരു വട്ടം സൂചിപ്പിച്ചതാ. അത് നിന്നെ ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, കൊച്ചിനെ ഓർത്തിട്ടാണ് അമ്മ നിന്നെ ഇങ്ങോട്ട് കയറ്റുന്നത്. അല്ലാണ്ട് നിന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ലാതെ ഞാനൊരു വട്ടം സൂചിപ്പിച്ചായിരുന്നു അവളോട്. അതുകൊണ്ടായിരിക്കും അവൾ കൊച്ചിനെ ആരും നമ്മളെ കൊണ്ടുവന്ന് കാണിക്കാത്തത്. അമ്മ സങ്കടപ്പെടണ്ട അമ്മ. എനിക്ക് എന്തായാലും ഒരു കൊച്ചുണ്ടാകുമ്പോൾ അമ്മ വളർത്തിയാൽ മതി. അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു, നല്ല എൻ്റെ മോളെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷെ ഇപ്പം അവളെനിക്ക് വെറുപ്പാണ്. ഞാൻ വെറുത്ത് കഴിഞ്ഞ പൊന്നു മോളെ പിന്നെ ഞാൻ വെറുത്തതാണ്. അവളെ സ്നേഹിച്ച പോലെ ഞാൻ കയറി വന്ന മരുമക്കളിൽ ആരെയും ഞാൻ അവളെ സ്നേഹിച്ച പോലെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും അവളെയാണ്. ഞാൻ വന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് അറിയാമോ അമ്മയ്ക്ക്? അവളാണ് ഈ വീട്ടിലത്തെ സകല പണിയും ചെയ്തുകൊണ്ടിരുന്ന. അമ്മ അടുക്കളയിൽ പോലും കയറൂലായിരുന്നു. എല്ലാവർക്കും വെച്ച് വിളമ്പി 4 മണിക്ക് അവൾ എഴുന്നേറ്റ് എല്ലാവരും വാതിൽ വന്നിട്ട് മുട്ടുമായിരുന്നു. അച്ഛാ ചായ, അമ്മ ചായ എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ചുമ്മാ താന്ന് അവളെ തള്ളി കേൾക്കുമ്പോഴേ അറിയാം. ഞാൻ വരുന്ന സമയത്തൊക്കെ അവൾ 11 മണിക്ക് കൊച്ചിൻ്റെ പേരും പറഞ്ഞ് 11 മണിക്കല്ലേ അവൾ എണീക്കുന്നത്. എന്നോട് എന്തൊരു തള്ളായിരുന്നു അറിയാമോ. ഞാൻ പിന്നെ എല്ലാം കേട്ടോണ്ടിരിക്കും. അമ്മ എന്തിനു വെറുതെ ഒരു കുടുംബ പ്രശ്നം ഉണ്ടാകുന്നത്. പക്ഷെ ഇപ്പോഴും ഞാനതൊക്കെ പറയാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. കാരണം അവൾ ഇത്രയും നമ്മളിൽ നിന്ന് ആ കൊച്ചിനെ ചേട്ടനെ അകറ്റിക്കൊണ്ടിരിക്കുകയല്ലേ അമ്മ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ലായിരുന്നു. എന്തായാലും അവൾ എന്തൊരു പണിയെടുത്തെന്ന് ഇവിടെ വന്നിട്ട് 3 വർഷം മുന്നേ കെട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് ശരി തന്നെ അവളെല്ലാ പണിയും ചെയ്യുമായിരുന്നു. ഒന്നിനും ഒരു വൃത്തിയില്ലായിരുന്നു. വായിൽ വെച്ച് കഴിക്കാനും കൊള്ളത്തില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഞാനാണ് അവളോട് അടുക്കളയിൽ കയറണ്ടെന്ന് പറയണത്. എനിക്ക് വല്ലതും അരിഞ്ഞു പെറുക്കി തന്നാൽ മതി എന്ന് ഞാനാണ് പറയണത്. ഒരു വകയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു വായിലേക്ക്. പിന്നെ അവൾ എന്തൊരർത്ഥത്തിൽ അവൾ രാവിലെ കുക്ക് ചെയ്യാൻ കയറിയെന്നൊക്കെ പറയണത്. എന്തായാലും ഞാനും എൻ്റെ ചേട്ടനും അമ്മേനെ വിട്ട് എവിടെയും പോകില്ല. എപ്പോഴും ഞാൻ അമ്മേൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഒന്നുമില്ലെങ്കിലും അമ്മയ്ക്ക് വയ്യാത്തതാണ്. ആ ഒരു ചിന്തയെങ്കിലും അവൾക്കുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും ഒന്ന് വന്ന് കണ്ടുകൂടെ. ചേട്ടൻ പിന്നെ പാവം അമ്മേനോടുള്ള ഇഷ്ടം കൊണ്ട് ഇടയ്ക്കും തലയ്ക്കും വരുന്നു. ചേട്ടനെങ്കിലും പറഞ്ഞ് മനസ്സിലായിക്കൂടെ? ചേട്ടനെ ചേച്ചിൻ്റെ താളത്തിന് തുള്ളുന്ന ഒരു കിഴങ്ങൻ തന്നെ. പറയാതിരിക്കാൻ പറ്റൂല അമ്മ.
ഞാനൊക്കെ ഇത് ചേട്ടൻ പറയുന്നതേ ഞാൻ അനുസരിക്കുകയുള്ളൂ. ഇത് ചേട്ടൻ പോലും പറയുന്ന അനുസരിക്കൂല എന്ന് പറഞ്ഞാൽ എന്തൊരു പെണ്ണാ എന്തോ. അപ്പോൾ എന്തായാലും ഞാനും എൻ്റെ ചേട്ടൻ അമ്മേനെ വിട്ട് എവിടെയും പോകില്ല. അമ്മയ്ക്ക് വയ്യാത്തതായതുകൊണ്ട് എപ്പോഴും അമ്മേൻ്റെ കൂടെ ഒരു തണലായിട്ട് ഞാൻ ഉണ്ടാവുമെന്ന്. നീയും വേണ്ട അവളും വേണ്ട, ആരും എന്നെ നോക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല മക്കളെ. ഒരാളും എന്നെ നോക്കാൻ പോണില്ല. എനിക്ക് അവസാന സമയത്ത് എൻ്റെ ചേട്ടൻ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നീയും ഉണ്ടാവുമെന്നോ അവളും ഉണ്ടാവുമെന്നോ എൻ്റെ 2 മക്കളും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അമ്മ കോള് വരുന്ന ഒരു മിനിറ്റ്. ആ ശരി, പോയി കോളെടു. ഞാനും കുറച്ച് നേരം പോയി കിടക്കട്ടെ. ഹലോ, ആ പറയടി. ഓ സുഖം. ആ തള്ളേനെ മണിയടിച്ച് ഇവിടെ കഴിയണം. നിനക്കറിയാലോ എൻ്റെ സ്വഭാവം. ഓ അവളെയൊക്കെ ചവിട്ടി പുറത്താക്കി. ഇല്ലില്ല, വിളിക്കലൊന്നുമില്ല. അവള് വിളിക്കണുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ മണിയടിച്ചൊക്കെ നോക്കും. ഇല്ലില്ല. ഓ അവളാ എടി വന്ന സമയത്ത് പെറ്റായിരുന്നു അവള്. കണ്ട, ഞാൻ വന്ന് കയറിയപ്പോഴത്തേക്കും അവളെ ചോട്ടപ്പുറത്താക്കി ഞാനായി അവരെ വിളിക്കും. അവരൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന് താഴേക്ക് ഇനി വേറെടുത്ത് വരാനില്ലാത്തതുകൊണ്ട് എൻ്റെ കൂടെ അങ്ങ് നിന്നു ഓടി. ഓ ഇടയ്ക്കിടയ്ക്ക് ആ കൊച്ചിൻ്റെ കാര്യം പറയലുണ്ട്. കൊച്ചിനെ കാണാൻ തോന്നണം എന്നൊക്കെ പറയലുണ്ട്. അത് മാത്രമേ ഉള്ളടി ഒരു പ്രശ്നമായിട്ടുള്ളൂ. ആ പേരും പറഞ്ഞ് അവൾക്ക് എപ്പോൾ വേണേലും വീട്ടിലോട്ട് കയറി വരാം. എനിക്ക് പ്രസവിക്കാനൊന്നും വയ്യ മോളെ. ഇതിനു വേണ്ടിയിട്ട് എനിക്ക് പ്രസവിക്കാനൊന്നും എൻ്റെ സൗന്ദര്യം പോവുക. അവളെ തന്നെ കണ്ടില്ലേ, വീപ്പ കുറ്റീനെ പോലെ മാതിരി കോലം കെട്ടി നടക്കണമെങ്കിൽ. അതേപോലെ ഒന്നും എനിക്ക് പറ്റൂല. എനിക്ക് വയറൊക്കെ കാണിച്ച് നല്ല നല്ല ഡ്രസ്സൊക്കെ ഇടണം. അവളെ പോലെ ചുരിദാർ നൈറ്റി ഇതൊന്നും എനിക്ക് സെറ്റാവില്ല. പിന്നെ അവളെ സംബന്ധിച്ച് അവൾ കുറച്ച് വാശിക്കാരിയാണ്. ഈ അടുത്ത കാലത്തൊന്നും വരുമെന്ന് തോന്നണില്ല. ഏത് ഞാൻ പിന്നെ തളരെ വിടുന്നയാകൊണ്ട് അവരും അവളെ വിളിക്കാനൊന്നും പോകുന്നില്ല. 2 പേരുടെ ഇടയിൽ നല്ലോണം കളിക്കാൻ പറ്റുന്നുണ്ട്. മോളെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഞാൻ ചെയ്യുന്ന പാട് നമുക്കറിയാൻ വയ്യാത്തോണ്ട മാത്രമല്ലടി. നിനക്കറിയാമോ, അവർക്ക് ഈ മക്കളിൽ വേർതിരിവുണ്ടടി. അതെനിക്ക് നല്ല രീതിക്ക് മനസ്സിലാണ്. മൂത്ത മോൻ്റെ അടുത്ത് വലിയ താല്പര്യമൊന്നും ഇല്ല. ഞാനൊരു ഇടയ്ക്ക് പറഞ്ഞിട്ടില്ലേ, മൂത്ത മോൻ്റെ അടുത്ത് വലിയതൊന്നുമില്ല. പക്ഷെ എൻ്റെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അത് വെച്ചാണ് ഞാൻ കളിക്കുന്നത്. ചേട്ടനെ വെച്ചാണ് ഞാൻ കളിക്കുന്നത്. ഇല്ലടാ, തോന്നലൊന്നും അല്ല. വലിയ എന്താ പറയാ, എപ്പോൾ വേണമെങ്കിലും അവൻ്റെ അടുത്ത് കളയും. അതായത് മൂത്തോനടുത്ത് കളയും. ആ ഒരു സ്വഭാവമാണ്. പക്ഷെ മൂത്തോനാണെങ്കിൽ നാണവുമാനവും ഇല്ലാതെ പിന്നെയും കമ്മ എന്ന് വിളിച്ച് കയറി വരുന്നതുകൊണ്ട് ഒന്നും നടക്കണില്ല. കുറച്ചെങ്കിലും ആണത്തം കാണിച്ച് കയറി വരാതിരുന്നെങ്കിൽ എൻ്റെ പ്ലാൻ നടക്കും. ഇതൊരു ദിവസം പോലും കാണാതിരിക്കൂലടി. എപ്പോഴും അവർക്കാണെങ്കിൽ അയാളെ കണ്ടൂടാന്നല്ല, ഇഷ്ടമാണ്. പക്ഷെ മൂത്ത മോനെ കണ്ടുകൂടാത്തതുകൊണ്ടാണ് അവൻ്റെ പെണ്ണിനെ കണ്ടുകൂടാത്ത. എന്നെയും കണ്ടുകൂടായിരുന്നു. പക്ഷെ എൻ്റെ ചേട്ടനെ അവർക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് എന്നെ അവരിഷ്ടപ്പെടുന്നത്. ആ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലായി. മൂത്തവൻ്റെ അടുത്ത് വലിയ താല്പര്യമല്ല, മൂത്തവൻ്റെ പെണ്ണിൻ്റെ അടുത്തും വലിയ താല്പര്യമല്ല. ഇളയാൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നു. എന്ത് ചെയ്യാനാ, അറിയാം പീസ് എന്തായാലും. ശരിയടി, ഞാനിങ്ങനെ കുറേ നേരമായിട്ട് മാറി സംസാരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സംശയം വരും. ഒളിഞ്ഞിരുന്ന് കേട്ടാലോ. അങ്ങനെ ഒരു സ്വഭാവം ഇല്ല അവർക്ക്. ആരും കേട്ടാലോ. എന്നാൽ ശരിയടി, ഞാൻ വിളിക്കുന്നേ. നീ ഫ്രീ ആകുമ്പോൾ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വിളിക്കാം. ഓക്കേടാ. വന്ന 2 കൊള്ളാം. ഒന്നിനെ സഹിച്ചാൽ മതിയായിരുന്നു ഇത്രയും കാലം. അപ്പം ഒന്നിനെയും കൂടി അവസാനം ആ സമയത്ത് ആരുണ്ടാവുമുണ്ട്. 2നെ വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും മൂത്തേനെ പിന്നെ വിശ്വസിക്കാനേ കൊള്ളത്തില്ല. അവളുടെ അവസ്ഥ എന്താണെന്തോ. പക്ഷെ ഭഗവാനെ,
അവസാന സമയത്ത് ആരും വേണ്ട.